ആണുങ്ങളുടെ മുകളിൽ നടക്കുന്ന ലൈംഗിക പീഡനത്തിനെ പറ്റിയിട്ട് ഒരു അക്സെപ്റ്റൻസ് ഇല്ലായ്മ, അതും കൂടി ഒരു കാരണമാണ് ഇങ്ങനത്തെ വയലൻസ് എന്ന് ഞാൻ പറയും. ഇത് പറയാനുള്ളൊരു വേദിയില്ല. പറഞ്ഞാലും എവിടെയോ നിങ്ങളുടെ ആണത്വത്തിൽ കുറവായി, ചെറുതായി എന്ന പോലെ ഒരു ഫീലിംഗ് വരും. ഞാൻ ജയിലിൽ പോയത്, ഇന്ന് എൻ്റെ ഷെൽട്ടർ ഹോംസ് എങ്ങനെ നടക്കുന്നു, ആ ജയിൽവാസം കാരണമാണ് ഈ ഡിസൈൻ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കും. അപ്പം മാം 32,000-ത്തിലധികം സ്ത്രീകളെ പുനരധിവസിപ്പിക്കുകയും 17,000-ത്തോളം കുട്ടികളെ ലൈംഗിക വൃത്തിയിലേക്ക് പോവാതെ തടയുകയും ചെയ്തതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ആ കണക്ക് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സർവൈവേഴ്സാണ് ഇന്ന് റെസ്ക്യൂ നടത്തുന്നത്, സർവൈവേഴ്സാണ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് കമ്മ്യൂണിറ്റി അവേക്കനിങ് നടത്തുന്നത്, സർവൈവേഴ്സാണ് കെയർ ഗിവേഴ്സായിട്ട് നിൽക്കുന്നത്, സർവൈവേഴ്സാണ് കൗൺസിലേഴ്സായിട്ട് നിൽക്കുന്നത്. എയ്ഡ്സ് ബാധിച്ച ഒരു കുട്ടി, 10-20 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, 16 വയസ്സിൽ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അവളുടെ ഒരേ ആഗ്രഹമുള്ളൂ, അവളുടെ വീട്ടിൽ പോയി അവിടെയാണ് മരിക്കണം. അപ്പനമ്മനെ കാല് പിടിച്ചാലും അവർ കുട്ടീനെ തിരിച്ചെടുക്കാൻ റെഡിയല്ല. ഇതെങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പറയാം? മരിക്കുന്നവർ അവളുടെ ലാസ്റ്റ് വിഷാണ്. പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിൽ ഇത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിമിനൽ കമ്പനിയാണ് അക്കോർഡിംഗ് ടു UN സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇതിൻ്റെ റവന്യൂ മോഡൽ തന്നെ സെക്സാണ്. അപ്പോൾ ഈ സെക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ തന്നില്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എല്ലാം ഈ റവന്യൂ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ പീഡനങ്ങളും ഇന്നും അന്നും എപ്പോഴും ഉണ്ട്. ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്, അവരുടെ മുഖത്ത് പൊള്ളലേറ്റതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മക്കളെ പറഞ്ഞു വിടുന്നു. അത് മാത്രമല്ല, ഇനി വേറെ കുട്ടികളെ ഞാൻ ഇടും. പക്ഷേ ഈ 3 കുട്ടികൾക്കും അമ്മൻ്റെ ആ പൊള്ളലും അതിന്നും ഓർമ്മയുണ്ട്. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഈ കുട്ടികളെ അമ്മൻ്റെ അഗെയിൻസ്റ്റ് മൊഴി കൊടുക്കുകയോ ഇല്ലയോ എന്ന്. ലൈംഗിക കടത്തിനും അതിക്രമത്തിനും എതിരായി പ്രവർത്തിക്കുന്ന പ്രജ്വലയുടെ സ്ഥാപക സുനിത കൃഷ്ണനാണ് നമുക്കിപ്പോൾ. മാം നമസ്കാരം. 2010 ഞാൻ മാമിനോട് സംസാരിക്കുമ്പോൾ, എനിക്ക് വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല, മാമിനോട് സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞ കണക്കുകളിലൊന്നെന്ന് പറയുന്നത് ഒരു 12,000-ത്തോളം പേരാണ് ബ്രൂട്ടൽ റേപ്പിന് ഇരയാവുന്നത് ഇന്ത്യയിൽ ഒരു വർഷം. പക്ഷേ അത് 10% റിപ്പോർട്ടഡ് കേസ്. 10% മാത്രമേ കോടതികളിലേക്ക് ഇല്ലെങ്കിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പ്രജ്വലയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും വർഷത്തെ, ആ വർഷം എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ വർഷമെന്ന് പറഞ്ഞാൽ പോരാ, അത് ശരിക്കും പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇപ്പം മാമിൻ്റെ പുസ്തകം ഐ ആം വാട്ട് ഐ ആം, ഞാൻ തന്നെ, ഞാനൊരു 10ാമത്തെ പേജിൽ ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് വായന തുടങ്ങിയത്. പക്ഷേ 10ാമത്തെ പേജിൽ ഞാൻ പ്രതീക്ഷിക്കാതെ സ്ട്രക്കായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ വായിക്കണം, പക്ഷെ മാം വരും, അപ്പോൾ വായിച്ചേ മതിയാവും, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ കണക്കുകളിൽ എന്ത് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? ഒരു വ്യത്യാസം വന്നിട്ടില്ല കണക്കുകളിൽ. ഇന്നും 10% കാട്ടി കുറവ് തന്നെ ആയിരിക്കുള്ളൂ, അതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവുന്ന സാധ്യതയില്ല. ഇന്ന് നമ്മൾ കാണുന്ന 2025 നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു ക്രൈമിൻ്റെ ഒരു പെർമനൻസി ഇമ്പാക്റ്റ്, ഒരു പെർമനൻറ്റ് ഇമ്പാക്റ്റ്, ഒരു ഇറിവേഴ്സിബിൾ ഇമ്പാക്റ്റിൻ്റെ ഒരു സാഹചര്യം ക്രിയേറ്റ് ആവുന്നുണ്ട് ടെക്നോളജിയുടെ ത്രൂ. ഇന്ന് നിങ്ങൾ റേപ്പ് ആവുന്ന മാത്രമല്ല, ആ റേപ്പിനെ റെക്കോർഡ് ചെയ്യാൻ കിട്ടും. ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോനെ നിങ്ങൾ യൂട്യൂബ് വേറെ സൈറ്റ്സ് നിന്ന് നിങ്ങൾ അതിന് വൈഡർ ലെവലിൽ ഡിസമിനേറ്റ് ചെയ്യാൻ കിട്ടും. എന്നുവെച്ചാൽ ഒരു പെൺകൊച്ചിൻ്റെ കൂടെ ഇത് നടന്ന ആ ട്രോമ പെർമനൻ്റ് ആവുകയാണ് ഇപ്പോൾ. ബിക്കോസ് ആ കോണ്ടൻറ്റ് പെർമനൻ്റ് ആവുകയാണ്. ഒന്നും നടന്നു, ക്രൈം, ആ കുട്ടിയുടെ മുകളിൽ നടന്ന ക്രൈം, അത് ഭയങ്കര ട്രോമാറ്റിക്കാണ്. എത്രയും പ്രാവശ്യം ആൾക്കാർ ആ വീഡിയോ കാണുന്നു, ഓക്കെ, ആ ക്രൈം അത്രയും അവൾ വിക്ടിമൈസ് ആവുകയാണ്, അത്രയും പ്രാവശ്യം അവൾ വിക്ടിമൈസ് ആവുകയാണ്. അപ്പോൾ ഇന്ന് ദർ ആർ ബിഗർ റീസൺസ് എന്തിനേ റിപ്പോർട്ട് ആവുന്നില്ല. ബിക്കോസ് ഇന്ന് ഒരു പേടിയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർ ആ വീഡിയോ റിലീസ് ചെയ്യുമോ, അവൻ്റെ കയ്യിലിരിക്കുന്ന കോണ്ടൻറ്റ് വെളിയിൽ വരുമോ, അപ്പോൾ എൻ്റെ ജീവിതം കഴിഞ്ഞു, തകർന്നു. അങ്ങനെ മുമ്പ് വരയ്ക്ക് സമൂഹത്തിൻ്റെ ഭയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൾക്കാർക്ക് അറിഞ്ഞു പോയാൽ നമ്മളെ ദുഷ്പേരുണ്ടാവും, ഇത്രയും മതി. ഇന്നൊരു ലോകത്തിന് അറിഞ്ഞു പോകുന്ന ഒരു പേടി. സോ ആ നമ്പേഴ്സ് അതിനേക്കാളും വഷളായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി ഈ ടെക്നോളജിക്കൽ ഏരിയയിൽ എവിടെ ഇങ്ങനത്തെ ഒരു ക്രൈമിനെ കൂടി സെലിബ്രേറ്റ് ചെയ്യാനും അതിനെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഇന്ന് എമേർജ് ആവുന്നുണ്ട്.
എസ്പെഷ്യലി ഒരു വെർച്വൽ സ്പേസിൽ. പക്ഷേ ചില കണക്കുകൾ ആശ്വസിക്കേണ്ടതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പം മാം 32,000-ത്തിലധികം സ്ത്രീകളെ പുനരധിവസിപ്പിക്കുകയും 17,000-ത്തോളം കുട്ടികളെ ഇതിലേക്ക് പോവാതെ, ലൈംഗിക വൃത്തിയിലേക്ക് പോവാതെ തടയുകയും ചെയ്തതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ആ കണക്ക് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന്, ആശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനകത്ത്. ഇത്രയും നമ്പേഴ്സ് ഒരു സുനിതാ കൃഷ്ണനും പ്രജ്വലയ്ക്കും ചെയ്യാൻ കഴിയുമെങ്കിൽ, അപ്പോൾ ഒരു പ്രജ്വല മാത്രം ഇത്തരം ഒരു കണക്കിലേക്ക് എത്തിക്കെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവസ്ഥ? മാമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. നമ്മൾ പെരിഫറലായിട്ട് ഇതിനെ നോക്കിക്കാണുന്ന ആൾക്കാർ മാത്രമാണ്. ചില കണക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവും, പക്ഷെ നമ്മൾ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. മാമിന് ഒരു തരത്തിലും അങ്ങനെ ഒരു ലൈഫ് സാധ്യമായിട്ടില്ല, തിരിച്ചു പോക്കില്ല. ഇത് തുടരുകയാണ്. 17-ാം വയസ്സിൽ തുടങ്ങിയതാണ്. മാം ഈ കണക്കുകളെ കുറിച്ച് പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കണക്കുകളുടെ 2 ഇൻ്റർപ്രട്ടേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന്, ഒരു വലിയൊരു പ്രോബ്ലമിൻ്റെ ഒരു സ്പെക്കാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. പ്രജ്വല പോലെ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സുനിതാ കൃഷ്ണൻ പോലെ ഒരു വ്യക്തി ആയിക്കോട്ടെ, നമ്മൾ ഒരു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 3 മില്യൺ 30 ലക്ഷം, അതിലത്തെ 32,000 എത്രയാണ്? ഒരു സ്പെക്കാണ്. ആ സ്പെക്കിനെ മാത്രമേ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര വലിയൊരു വേൾഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സ്ലേവറിനെ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ കണക്ക് എല്ലാവരെയും പേടിപ്പിക്കണം. ഈ കണക്ക് പേടിപ്പിക്കുന്ന കാട്ടി കൂടുതൽ അവേക്കൻ ചെയ്യണം. നമ്മൾ എന്തിൻ്റെ കൂടെയാണ് നമ്മൾ സൈലൻ്റായിട്ട് വാച്ച് ചെയ്യുന്നത്? ഇതൊരു കണക്ക് മാത്രമാണോ? ഇതൊരു ന്യൂസ് മാത്രമാണോ? ഇത് കണ്ടിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഓക്കെ നമ്മുടെ പണിയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചേണിങ് കൊണ്ടുവന്നില്ലെങ്കിൽ വല്ലാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്വത്തിനെ നമ്മൾ കൊന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇനിയൊരു വശത്തിൽ ഇതേ നമ്പറിൻ്റെ നമ്മളൊരു വേറെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, കാലാകാലം ഫോർ സെഞ്ച്വറീസ് ഒരു ധാരണ എന്തായിരുന്നു സമൂഹത്തിൽ? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ കിട്ടൂല, ഇത് സമൂഹത്തിലുണ്ടാവണം, ഇത് സമൂഹത്തിൻ്റെ ഒരു ശൈലിയാണ്, ഇത് നിൽക്കണം. പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരം അങ്ങനത്തെ ഒരു സംഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്കിൽ വായിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഇനെവിറ്റബിൾ ഈവിൽ ഓഫ് ദ സൊസൈറ്റി. എന്നുവെച്ചാൽ ഇത് ഒരു നെസസറി ഈവിൾ. അതൊക്കെ നമുക്ക് ഉണ്ടാവും, നമ്മളിതിനെ ഒന്നും ചെയ്യാൻ കിട്ടില്ല. അതാണ് പ്രജ്വല ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇന്നോവേറ്റബിൾ അല്ല, ഇതൊരു നെസസറി റിയാലിറ്റി അല്ല, ഇതിനെ മാറ്റാം. 1-2 ആൾക്കാരെ അല്ല നമ്മൾ പറയുന്നത്, 32,000 ആൾക്കാരെ നമ്മൾ വെളിയിൽ കൊണ്ടുവന്നു, അവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് വെച്ചാൽ യു ഹാവ് 32,000 റിയൽ ടെസ്റ്റിമണീസ് ഓഫ് പോസിബിലിറ്റി. അപ്പോൾ ഈ നമ്പറിനെ നമ്മളൊരു പോസിബിലിറ്റി ആയിട്ട് കാണും. ബിക്കോസ് കുറേ കാര്യങ്ങൾ ഞാനെല്ലാം പല ഗവൺമെൻറ്റ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി അറ്റ് ദ പോളിസി ലീഗൽ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇവരൊന്നും മാറൂല, ഇതൊന്നും ചേഞ്ച് ആവില്ല, നിങ്ങൾ വെറുതെയാണ് നിങ്ങളുടെ സമയം നശിപ്പിക്കുന്നത്. എനിക്ക് ഈ 32,000 നമ്പറാണ് ഒരു ഡെമോൺസ്ട്രേറ്റഡ് എവിഡൻസ്. മാറ്റാം. നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്താൽ, നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഈ മേഖലയിൽ ഇറങ്ങിയാൽ മാത്രമല്ല പിടിച്ചു നിൽക്കണം. ബിക്കോസ് നമ്മളൊരു ഓർഗനൈസ്ഡ് ക്രൈമിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ നമ്പേഴ്സ് ഒരു സോഷ്യൽ ക്രൈമല്ല, ഇതൊരു ശരിക്കും ഓർഗനൈസ്ഡ് ആയിട്ടൊരു മാഫിയ സംഘങ്ങൾ നടത്തുന്ന പരിപാടി. അത് താഴെ നിന്ന് മുകളിൽ വരയ്ക്ക് പോകുന്നൊരു ലെവലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എതിർക്കുമ്പോൾ അതിൻ്റേതായ ഒരു ചാലഞ്ചസ്, ഒരു ഭയങ്കര അവരെത്ര ഓർഗനൈസ്ഡ് ആണ്, നമ്മൾ അത്രയും ഡിസോർഗനൈസ്ഡ് ആണ്. ആ ഡിസോർഗനൈസ്ഡ് ലെവലിൽ വരുന്ന ചാലഞ്ചസ്, ഈ ചാലഞ്ചസിൽ നമ്മൾ പിടിച്ചു നിന്ന് നമ്മൾ ശരിക്കും കാണിച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദിസ്. നമ്മുടെ സമൂഹത്തിൽ എത്രയോ ക്രൈം ഇതെപ്പോഴും നടന്നതാണ്, ഏതോ കാലത്ത് നടന്നതാണ്, ഇന്നും നടക്കും, ഇനിയും നടക്കും എന്ന് പറഞ്ഞ ഒരു ധാരണ മാറ്റാനുള്ള ഒരു ഡെമോൺസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ വാക്കുകളല്ല, ഒരു സ്പീച്ചല്ല, ഇതൊരു എന്താ പറയുന്നത് ഒരു അക്കാഡമിക് ഒറേഷൻ അല്ല, ഇത് ശരിക്കും ലൈവായിട്ട് ഗ്രൗണ്ടിൽ കാണിച്ചു തന്ന ഒരു പോസിബിലിറ്റിയാണ്. എന്നിട്ട് എല്ലാവർക്കും തെളിവ് വേണമല്ലോ, എവിഡൻസ് വേണമല്ലോ. അയ്യോ ഇത് നടക്കുമോ, ഇങ്ങനെയൊക്കെ പോസിബിളാണ്. വരൂ കാണൂ. പ്രജ്വലയിൽ ടീമിൽ 200 സ്റ്റാഫുണ്ട്, അതിൽ പാതി 50% സർവൈവേഴ്സാണ്.
സർവൈവേഴ്സാണ് ഇന്ന് റെസ്ക്യൂ നടത്തുന്നത്, സർവൈവേഴ്സാണ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് കമ്മ്യൂണിറ്റി അവേക്കനിങ് നടത്തുന്നത്, സർവൈവേഴ്സാണ് കെയർ ഗിവേഴ്സായിട്ട് നിൽക്കുന്നത്, സർവൈവേഴ്സാണ് കൗൺസിലേഴ്സായിട്ട് നിൽക്കുന്നത്, സർവൈവേഴ്സാണ് കോടതിയിൽ പോയിട്ട് മൊഴി കൊടുക്കുന്നത്. യുനോ സോ അതെല്ലാം പോസിബിളാണ്. ഈ നമ്പറിനെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാം. ഓക്കെ, പക്ഷേ ഈ നമ്പറിനെ നമ്മളൊരു പോസിറ്റീവ് പെർസ്പെക്റ്റീവായിട്ട് കണ്ടാൽ ഓക്കെ ഇവരിത് ചെയ്തു, നമുക്കും ഇത് ചെയ്യാം. ഓക്കെ, എനിക്ക് മാറ്റാം. ഞാൻ എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുക? ഇപ്പം ഞാനൊരു ആങ്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഒരു 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 ടീച്ചറായിരിക്കാം, ഞാനൊരു എൻജിനീയർ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു ആലോചന പദ്ധതിനെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യാൻ കിട്ടും? ആ പോസിബിലിറ്റിയാണ് എനിക്ക് ഈ നമ്പേഴ്സ് പറയുന്നത്. ബിക്കോസ് ഈ നമ്പറിൽ ഞാൻ ചെയ്ത പരിപാടി ഒന്നാണ്, പക്ഷേ ഇത് ഇന്ന് പോസിബിൾ ആണെങ്കിൽ കുറേ ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. 32,000 is not Sunitha Krishna's credit. 32,000 is not Prajwala's credit. അത്രയും പോലീസുകാർ പണിയെടുത്ത ആൾക്കാരുണ്ട്, അത്രയും കോർപ്പറേറ്റ് കമ്പനീസ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ കമ്പനികളായിട്ട് ഈ കുട്ടികൾക്ക് ജോലി കൊടുത്ത ആൾക്കാർ, അത്രയും ടീച്ചേഴ്സ് ഉണ്ട്, ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത ആൾ, അത്രയും ലൈവ്ലിഹുഡ് ട്രെയിനേഴ്സ്, അവർക്ക് സ്കില്ല് കൊടുത്ത ആൾക്കാർ, ഇവരെല്ലാവരുടെയും ക്രെഡിറ്റാണ്. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു ഓട്ടോറിക്ഷക്കാരൻ 11 രൂപ വെച്ചിട്ട് പിന്നെ സംഭാവന തരാൻ തയ്യാറാകുമെന്ന് പറയുമ്പോൾ ഇന്ന് വരയ്ക്ക് തരുന്നു അയാൾ, ഇന്ന് വരയ്ക്ക് തരുന്നു. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നന്ദി എന്ന് പറയാൻ എനിക്ക് ആ വേർഡ് ശരിക്കും ഒരു ചെറിയ വേർഡായിരിക്കും. യുനോ ഒരു വാട്ട് ഹിറ്റ് മീ വെരി ഹാർഡ് വാസ്, അയാളൊരു പോസ്റ്റ് കാർഡ് എനിക്ക് അയച്ചിരുന്നു ഫസ്റ്റ്. അതിൽ അയാൾ എഴുതിയത് യുനോ ഞാൻ നിങ്ങളെ എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ പണീൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. അത് ആ കോൺട്രിബ്യൂഷൻ യുനോ ഇന്ന് വരയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ അയാളെ കാട്ടി വലിയൊരു മില്യനിയറെ പ്രജ്വലയ്ക്ക് കിട്ടിയിട്ടില്ല. അതും ഒരു കോൺട്രിബ്യൂഷൻ. അപ്പോൾ അവർ എല്ലാവരുടെ ക്രെഡിറ്റാണ് ഈ 32,000. യുനോ ആൻഡ് ദാറ്റ് ഈസ് വെയർ യു നീഡ് ടു സീ ദ നമ്പേഴ്സ് ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് നോട്ട് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അയ്യോ ഇത്രയൊക്കെ നടക്കുന്നല്ലോ. ബിക്കോസ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ എല്ലാ ദിവസവും നിങ്ങൾ വായിച്ചിട്ട് അയ്യോ പറഞ്ഞിട്ട് പേപ്പർ മാറ്റുന്ന പോലെ ആയിപ്പോവും. ഇത് നമ്മുടെ കൂടെ നടന്നില്ല, നമ്മുടെ കുട്ടിയല്ല, നമ്മുടെ ജീവിതമല്ല. അപ്പോൾ നമ്മൾ എന്തിനാ ബോധർ ചെയ്യുക? അതെ, 10ാമത്തെ പേജ് ഞാൻ വായിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കുടലിങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് പറയുന്ന സാധനം വായിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രക്കായത്. പിന്നീട് ഞാൻ ഭയപ്പെടാതെ കുറേ ദൂരം വായിക്കാൻ പറ്റി. കാരണം അത്തരത്തിലുള്ള വലിയ സ്റ്റോറീസിനെ പുറകിലേക്ക് തള്ളി മാറ്റി വെച്ചിട്ട് പുസ്തകം കുറച്ചുകൂടെ കാര്യമായിട്ട് പ്രൊഡക്റ്റീവായി എങ്ങനെയാണ് മാം ഇതിനകത്തേക്ക് എത്തിയതെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചില പേജുകളിലേക്ക് എത്തുമ്പോൾ അമ്മ ആണ് ദല്ലാളെന്ന് പറയുന്നത്. കുട്ടിക്ക് 14 വയസ്സേ ഉള്ളൂ. അതായത് ഇളയ കുട്ടികൾ 10ഉം അതിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികൾ ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി ഇതിനകത്തേക്ക് തയ്യാറായി വരിക. ഇതൊക്കെ നമുക്കൊരിക്കലും നമ്മുടെ ലോകത്തില്ല. ഇത് ഇന്ത്യയിലുള്ള സംഭവമായിട്ട് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് പുസ്തകത്തിൽ കാണുന്നത്. ഈ സ്പേസിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥ. അത് പരുവപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് സുനിത എന്നാണ് ഞാൻ മനസ്സിലാക്കണം. കാരണം ഇതെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഫേസ് ചെയ്തേ പറ്റൂ, ശരിയാണ്, അങ്ങനെ എത്തിപ്പെടുന്നതാണ്. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള സന്നദ്ധത. എവിടെ നിന്നാണ് ഇത് ഇത്രയും ശേഷി നമുക്ക് ഉണ്ടായി, ഇല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുന്ന ചില പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഗ്രാജുവലി ഉണ്ടായതായിരിക്കും. പക്ഷെ എങ്ങനെ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഈ 32,000 ഒരു ഭയങ്കര ഗിൽറ്റി നമ്പറാണ്. ബിക്കോസ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളൊരു വലിയൊരു സ്ഥലത്ത് പോയി റെയ്ഡ് ചെയ്യാൻ പോകുമ്പോൾ, പോലീസിൻ്റെ കൂടെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ, എൻ്റെ അടുത്ത് ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, ഇത്രയും കുട്ടികളുടെ അല്ലെങ്കിൽ 4 കുട്ടികൾ. എനിക്ക് മാക്സിമം ഒരു ഓപ്പറേഷനിൽ ഇത്രയ്ക്ക് നമ്പേഴ്സിനെ വലിക്കാൻ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ആ നമ്പേഴ്സിനെ വലിക്കുന്നു. ഓക്കെ, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ക്വിക്കായിട്ട് ചെയ്യണം, ഫാസ്റ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ കുറേ നേരം നീട്ടി പോകാൻ കിട്ടില്ല. ഒരു ലിമിറ്റഡ് ടൈമിലാണ് അത് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇത്രയും പേരിനെ വലിച്ചു കൊണ്ടുവരുന്നു. സഡനായിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നു, അവിടെ ഒരു 300-350 നമ്മൾ വിട്ടിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഈ 32,000-ൽ എൻ്റെ ഒരു നിയർലി 1 lakhൻ്റെ ഗിൽറ്റ് ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ 32,000 ഭയങ്കര നിസ്സാര നമ്പറാണ്. ദാറ്റ് ഞാൻ എല്ലാം ചെയ്യാൻ കിട്ടിയില്ല
എല്ലാം ചെയ്തു എന്ന് ഫീലിംഗ് വരുന്നില്ല. എല്ലാം ചെയ്യാൻ കിട്ടിയില്ല. എത്രയോ ആൾക്കാരെ നമ്മൾ വിട്ടുപോയി, നമ്മൾ അവർക്ക് ചെയ്യാൻ കിട്ടിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മറക്കാം. കണ്ടിട്ടും നമുക്ക് പറ്റില്ല, ഇത്രയ്ക്കേ പറ്റുള്ളൂ ഇപ്പോൾ. അങ്ങനെ പോയ ഒരു സമയം കുറേ ഉണ്ട്. അത് ആ ഒരു ഗിൽറ്റിനെ എനിക്ക് പറയണം. എന്താ പറഞ്ഞാൽ, ചെയ്യാത്ത ആൾക്കാർക്ക് ഈ നമ്പർ ഭയങ്കര വലുതായിട്ട് തോന്നും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്പർ ഭയങ്കര തുച്ഛമായുള്ളൊരു നമ്പറാണ്. ഇതിനെയും കൂടി കൂടുതൽ നമുക്ക് അത്രയൊക്കെ ശേഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കപ്പാസിറ്റി, മാൻ പവർ, കാശും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി ആൾക്കാരെ കൊണ്ടുവരായിരുന്നു. കണ്ടല്ലോ അവരെ, ഇപ്പോൾ കാണാണ്ട് നമ്മൾ പോകുന്നല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് പല പ്രാവശ്യം. ഐ തിങ്ക് വൺ ഓഫ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് ചെറുപ്പത്തിൽ നിന്ന് ഇന്ന് വരയ്ക്ക് ഇത് ചെയ്യാനും ചെയ്തുകൊണ്ടിരിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം എൻ്റെ ഈ ജന്മം ഇതിന് വേണ്ടിയിട്ടാണ്. എന്നെ ഈ ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആ പവേഴ്സ് എന്നെ ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അത് കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ ഇൻസിഡൻസ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനായിരുന്നു. പ്ലസ് ഇതിന് വേണ്ടിയിട്ട് പണിയെടുക്കാനുള്ള എന്തൊക്കെയാണ് കപ്പാസിറ്റി വേണ്ടത് അതിനെ മനസ്സിലാക്കിപ്പിക്കാനായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ജയിലിൽ പോയത് അത് ഇന്ന് എൻ്റെ ഷെൽട്ടർ ഹോംസ് എങ്ങനെ നടക്കുന്നു, ഓക്കെ, ആ ജയിൽവാസം കാരണമാണ് ഈ ഡിസൈൻ ഇത്രയും ഡിഫറെൻ്റായിട്ട് വന്നിരിക്കുന്നത്. ബിക്കോസ് ഞാൻ തന്നെ അനുഭവിച്ചു എങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിംഗ് എന്താണ്, ലോകത്തിൽ ഒരാളും നമുക്ക് ആക്സസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഫീലിംഗ് എന്താണ്, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മുടെ ഫീലിംഗ് എന്താണ്, നമ്മുടെ സ്വന്തം ഫാമിലി തന്നെ നമ്മൾ ആ സമയത്ത് ഉപേക്ഷിച്ച അതിൻ്റെ ഫീലിംഗ് എന്താണ്, അതൊക്കെ അനുഭവിച്ച ഒരു സമയമാണ് ആ ജയിൽവാസം. എസ്പെഷ്യലി ആ ജയിൽവാസത്തിൻ്റെ എയ്ഡ്സ് ബാധിച്ച ഒരു കുട്ടി, 10-20 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. 13 വയസ്സിൽ അവൾ വിറ്റുപോയ പെണ്ണാണ്. 16 വയസ്സിൽ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ എയ്ഡ്സായിട്ട് അവൾ ഫൈനൽ സ്റ്റേജസിലാണ്. ഫൈനൽ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇനി 1-2 മാസങ്ങളൊക്കെ ഉണ്ടാവും അവൾക്ക്. അവളുടെ ഒരേ ആഗ്രഹമുള്ളൂ, അവളുടെ വീട്ടിൽ പോയി അവിടെയാണ് മരിക്കണം അവൾക്ക്. അവളുടെ നാട്ടിൽ പോയി അവിടെയാണ് അവളുടെ അവൾക്ക് ഇതാണ്. എത്ര മാത്രം നമ്മൾ ആ ഫാമിലി ആയിട്ട് സംസാരിച്ചാലും, ആ അപ്പനമ്മനെ കാല് പിടിച്ചാലും അവർ കുട്ടീനെ തിരിച്ചെടുക്കാൻ റെഡിയല്ല. അവരുടെ വാദം എന്താണ്, നമ്മൾക്ക് ഈ കുട്ടി ഇല്ല, അവൾ മരിച്ചുപോയി, ഇനി അവൾ തിരിച്ചു വന്നാൽ, ഇങ്ങനെ ഒരു രോഗിയായിട്ട് തിരിച്ചു വന്നാൽ 100 ആൾക്കാർ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അത് അവളുടെ ഇളയ പെങ്ങന്മാർക്ക് ബാധിക്കും. അപ്പോൾ വേണ്ട, അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്നില്ല, അവൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിങ്ങൾ അവളുടെ ഫൈനൽ ചെയ്യും. ഇതെങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പറയാം, മരിക്കുന്നവർ, അവളുടെ ലാസ്റ്റ് വിഷാണത്. ഇങ്ങനത്തെ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് തളരും നമ്മൾ. എന്താണ് ഇത്രയൊക്കെ ക്രൂരത, ഇങ്ങനത്തെ ഒരു മെൻ്റൽ എക്സ്ക്ലൂഷൻ വേണമെന്ന്. അതിൽ എനിക്ക് സപ്പോർട്ടായിട്ടിരിക്കുന്നത് എൻ്റെ സ്പിരിച്വൽ എനർജിയാണ്. ഞാൻ തളരുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത്, ഞാൻ എന്തിന് തളരാൻ പാടില്ല, ഞാൻ എന്തിനാണ് നാളെ രാവിലെ വീണ്ടും എണീച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് ഈ കുട്ടി ശരിയാണ്, ഈ കുട്ടിയുടെ ആവശ്യം ഇതാണ്, പക്ഷേ ഇനിയും കുറേ കുട്ടികളുണ്ട്. അവരുടെ മുകളിൽ എൻ്റെ ഒരു ബാധ്യത, ഞാൻ ഈ ഒരാളുടെ പേരിൽ ഞാൻ അങ്ങനെ പുൾ ഡൗൺ ആവാൻ പറ്റില്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഡീപ്പ് കണക്ഷൻ ആയിട്ടാണ്. മൈ ജേർണി ഇൻവേർഡ്സ്, അതാണ് എൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാരണം. സ്പിരിച്വൽ ജേർണി ഈസ് നോട്ട് ആൻ ഔട്ട്വേർഡ് ജേർണി. വെളിയിൽ ഭഗവാനെ പോയിട്ട് എങ്ങനെ പൂജിക്കുക, അതല്ല സ്പിരിച്വൽ ജേർണി. സ്പിരിച്വൽ ജേർണി ഈസ് ഇൻവേർഡ്. കൂടെയുള്ളവരൊക്കെ വിക്ടിംസാണ്. അക്ബർ കുത്തേൽക്കുന്ന സമയത്ത് ഞാനൊരു എന്താ പറയുക, അവിടെ ഞാനൊന്ന് നിന്നു. കാരണം ഈ കൂടെ നിന്ന് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കുത്തേൽക്കുകയും അയാൾ പോകണമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇനി എന്താണ് മുന്നോട്ടെന്ന് ഞാൻ അത് പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ നിന്നു പോയിരുന്നു. ഒരുപാട് മനുഷ്യരുടെ സപ്പോർട്ടുണ്ട്, പിന്നിലോട്ട് വലിച്ചവരുണ്ട്, പോലീസുകാരായിട്ട് സഹായിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് നമ്മുടെ സിസ്റ്റവും പുറകോട്ട് വലിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഹഡിൽസ് ഉണ്ട്. പ്രത്യേകിച്ചും പുനരധിവാസം എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, തള്ളിയിട്ട് കാര്യമില്ല. പുനരധിവസിപ്പിക്കണം, അത് തുടരണം. ഒരു മാഫിയാണ് മൊത്തം. പിന്നെ ഈ
ഇവരുടെയൊക്കെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ടാവും. ഇവരൊക്കെ തന്നെയാണ് രക്ഷപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പെട്ടുപോയ ഇരകളായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് ഇത് നയിച്ചിരിക്കുന്നത്. ആ വേശ്യാലയം നടത്തുന്നത് അവർ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് നടത്തുക? കൗൺസിലിംഗ് വേണം, ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ആ പ്രോസസ്സിനെ കുറിച്ച് എത്ര ചോദിച്ചാലും മതിയാവില്ല. പക്ഷെ ചോദിക്കുക, ഈ ഓരോ ഘട്ടത്തിലും ആശ്വാസമായപ്പോഴും ഓരോ ഘട്ടങ്ങളിലേക്ക് കടന്നുപോയപ്പോഴും മാനസികമായിട്ട് മുമ്പോട്ട് പോകണം. അതിൽ കണ്ടുമുട്ടിയ ഓരോ മനുഷ്യരില്ലേ, ആരുടെയൊക്കെ മുഖമാണ് ഇങ്ങനെ ഓർത്തോർത്ത് പോകുന്നത് ഞാനിത് സംസാരിക്കുന്ന സമയത്ത്? കുറേ മുഖങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുഖങ്ങളാണ് സർവൈവേഴ്സിൻ്റെ തന്നെ. ബിക്കോസ് അവരാണ് എനിക്ക് റീഹാബിലിറ്റേഷൻ എന്താണെന്ന് പഠിപ്പിച്ച ആൾക്കാർ. അതൊരു വാക്കല്ല, അത് പല പ്രോസസ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു പ്രോസസ്സ് മാത്രമല്ല, പല പ്രോസസ്സ് ചേർന്ന് ഇരിക്കുന്ന ഒരു വലിയൊരു കോംപ്രിഹെൻസീവ് പാക്കേജാണ്. അത് ശരിക്കും ആൾക്കാരുടെ ലോകത്തിൽ ഏറ്റവും ലീസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വാക്കാണ് ഈ റീഹാബിലിറ്റേഷൻ. കുറേ ആൾക്കാർ വിചാരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്താൽ ഒരു മാജിക് ഷോ പോലെ നടക്കും, ആൾക്കാർ ശരിയാവുമ്പോൾ അവരൊന്നും ശരിയായില്ലല്ലോ, അവർ ഓടിപ്പോയല്ലോ, അവരതായല്ലോ. ഇത് ഈസി ആയിട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റ് ഫോംസ്. നമുക്കൊരു ധാരണയില്ല ഈ മനുഷ്യത്തി എന്താണ് അനുഭവിച്ചിരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടത്. അവൾക്ക് അവളുടെ ശരീരത്തിനെ പറ്റിയിട്ടോ അവളുടെ മനസ്സിനെ പറ്റിയിട്ടോ അവളുടെ ആത്മാവിനെ പറ്റിയിട്ടോ ഒരു ധാരണയില്ലാത്തൊരു അവസ്ഥയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അത് ചെറുതായിട്ട് നിങ്ങൾ ആലോചിച്ചാലും, ഒരു സെക്കൻഡ് നിങ്ങളുടെ കണ്ണ് മൂടിയിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താലും, ദിവസത്തിൽ 15 പ്രാവശ്യം 20 പ്രാവശ്യം ഒരു ഡിഫറെൻറ്റ് 15 പേരുടെ കൂടെ നിങ്ങൾ കിടക്കണം. അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ സെക്സ് കൊടുക്കണം. അവർ ആവശ്യപ്പെട്ട സെക്സ് തന്നെ നിങ്ങൾ കൊടുക്കണം. ബിക്കോസ് അവരതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ടുണ്ട്. അതിനെ മറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൽക്കഹോൾ കുടിക്കണം, ഡ്രഗ്സ് എടുക്കണം, എല്ലാവിധത്തെ സബ്സ്റ്റൻസിനെ നിങ്ങൾ ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസിനെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളവിടെ സർവൈവ് ചെയ്യണം, അടിയെടുക്കണം. അവരെന്തൊക്കെ നിങ്ങൾക്ക് തരുന്നു അതൊക്കെ എടുക്കണം. ബിക്കോസ് നിങ്ങൾ അവിടെ ഇരിക്കുന്നൊരു ടൈപ്പ് ഓഫ് സ്ലേവറിയിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ബോഡി, മൈൻഡ് ആൻഡ് സോൾ മൂന്നുമാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരാളിനെ മെല്ലെ ഇനിയൊരു മനുഷ്യജീവിയുടെ മുകളിൽ വിശ്വാസം കൊണ്ടുവരിക. ഓക്കെ, ഇത്രയും ബിട്രയൽ അനുഭവിച്ച ഒരു മനുഷ്യത്തി, ബിട്രയൽ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ജോലിയുടെ പേരോ എന്തെങ്കിലും ഒരു ഇതിൽ കബടിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യത്തിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവളെ ഇനിയൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മുകളിൽ വിശ്വാസം കൊണ്ടുവരുന്നു. അത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ്. ഈ വലിയ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഒബ്സ്റ്റിക്കിൾസ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ വിഡ്രോവൽ സിംറ്റം ആയിരിക്കാം, നിങ്ങളുടെ ആൽക്കഹോൾ ആയിരിക്കാം, നിങ്ങളുടെ സബ്സ്റ്റൻസ് അബ്യൂസ് ആയിരിക്കാം, നിങ്ങൾക്ക് പിടിച്ചിരിക്കുന്ന ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പ്ലസ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇനിയൊരു സ്ഥലത്ത് നിങ്ങളെ കെട്ടിവെച്ചെന്നൊരു ഫീലിംഗ് ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? എന്നൊരു കംപ്ലീറ്റ് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് അത് ഒരു എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളും എത്ര വർഷങ്ങളെടുക്കും. പല പ്രാവശ്യം ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടോട്ടലായിട്ട് പൂർത്തിയാവില്ല. അതിൻ്റെ എന്തൊക്കെയോ അംശങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആവും. ബിക്കോസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അത് ലൈഫ് ലോങ് പോകുന്ന സാധ്യതയുണ്ട്. ഈ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ്റെ മിഡിലിൽ നിങ്ങൾ ജീവിതകാലം നിങ്ങളുടെ ഹോമിൽ വെക്കാൻ കിട്ടില്ല. നിങ്ങളെങ്ങനെയും അവരെ സമൂഹത്തിൽ തിരിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് ഇത്? എനിക്കൊരു പേരുടെ ആവശ്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഒരു ബാങ്ക് പോകണോ, ഒരു സ്കൂളിൽ പഠിക്കാൻ പോകണോ, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകണോ, എവിടെ പോയാലും ഒരു ജോലി എടുക്കണോ, എനിക്ക് ഒരു പേര്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പേരുടെ ആവശ്യമുണ്ട്. ആ പേര് നഷ്ടപ്പെട്ടു. ഇവിടെ എൻ്റെ പേര് ലക്ഷ്മി ആയിരിക്കാം, എവിടെ നിന്നോ കൊണ്ടുവന്ന്. ഫസ്റ്റ് റെയ്ഡിൽ എൻ്റെ പേര് വേറെ എന്തോ മാറ്റി, പിന്നെ വേറെ അടുത്ത റെയ്ഡിൽ വേറെ പേര് മാറ്റി ലക്ഷ്മി ഹാലിയ സോ ആൻഡ് സോ ആൻഡ് സോ എന്താ എൻ്റെ റിയൽ പേര്? ഓക്കെ, അതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ? സോ ആ ഒരു ഇനിയൊരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ് ടു ഒരു ഐഡൻറ്റിറ്റീനെ റെസ്റ്റോർ ചെയ്യുക. ഒരു സിവിക് ഐഡൻറ്റിറ്റി, ഒരു സിറ്റിസൻസിൻ്റെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അതിനെ എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ട്, അതിനെ ചോദിക്കാൻ. ഇപ്പോൾ ഞാൻ സോ ആൻഡ് സോ എനിക്ക് എവിടെ അഡ്മിഷൻ വേണം, ഞാൻ ആരാണ്,
ഓക്കെ, ഞാനെ ഫസ്റ്റ് സ്ഥാപിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റീഹാബിലിറ്റേഷൻ. ഒരു ആധാർ കാർഡായിരിക്കാം, ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം. ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പാടുണ്ട്, അത് ഒരാൾക്കും മനസ്സിലാക്കാൻ കിട്ടില്ല. നമുക്ക് കുറേ ആൾക്കാർക്ക് ഈസി ആയിട്ട് വരുന്ന, സിമ്പിളായിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര സ്ട്രഗിളാണ്. എത്രമാത്രം നമ്മൾ UAIDAയുടെ ഓഫീസസിൽ തിരിഞ്ഞു മറിഞ്ഞ് നടക്കണം, എത്ര ലെറ്റേഴ്സ് എടുക്കണം, എത്ര ആൾക്കാരുടെ കാല് പിടിക്കണം ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ. ആ ആധാർ കാർഡിൻ്റെ ബേസിസിലായിരിക്കും പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു വോട്ടർ കാർഡ് കിട്ടാൻ. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിങ്ങൾ ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതേപോലെ ഇനി എങ്ങനെയാണ് ഞാൻ സമൂഹത്തിൽ തിരിച്ചു പോവുക? എനിക്ക് കഴിവുണ്ടോ, എനിക്ക് പഠിപ്പുണ്ടോ, എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു വകുപ്പുണ്ടോ? ഇത് ഇനിയൊരു മൂന്നാമത്തെ സ്റ്റേജ്. സോ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷനായി, സിവിക് റീഹാബിലിറ്റേഷനായി, പിന്നെ എക്കണോമിക് റീഹാബിലിറ്റേഷനായി. ഈ 3 പ്രോസസ്സിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു വേർഡ് റീഹാബിലിറ്റേഷനായി. അപ്പോൾ ഈ 3 വേർഡിൽ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ വിചാരിക്കും? ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, എത്രയോ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്, അതേപോലെ എത്രയോ ലൈവ്ലിഹുഡ് ട്രെയിനേഴ്സ് ഉണ്ട്, ചെറിയ കമ്പനി. അതെങ്കിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് കമ്പനി ഞാനാണ് തുടങ്ങിയത് ഇവർക്ക് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് ടോയ് മേക്കിംഗ് കമ്പനി. പിന്നെ എത്രയോ കമ്പനികളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. 100 പേരിൽ ഒരാൾ സമ്മതിച്ചു, ശരി ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. ആ പേരുകൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ബിക്കോസ് ഇവരൊക്കെയാണ് ഈ ഒരു വലിയൊരു വേർഡ് റീഹാബിലിറ്റേഷന് റിയൽ ആക്കിയത് എനിക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് ഞാനിവിടെ എൻ്റെ കൂടെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി സമൂഹത്തിൽ തിരിച്ചു പോകണമെങ്കിൽ എത്രയോ ആൾക്കാർ ഇതിനെ പോസിബിളാക്കി. പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി ആ സർവൈവറാണ്. ഇന്ന് അവൾ സ്മൈൽ ചെയ്യുന്നു, ഇന്ന് അവർ ജോലി ചെയ്യുന്നു. നിങ്ങളൊരു കുട്ടിയുടെ കഥ പറഞ്ഞു, അമ്മയാണ് വിറ്റത്. ഇന്ന് ആ കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അതാണ് റീഹാബിലിറ്റേഷൻ. അവളുടെ സ്മൈൽ, അവളുടെ ആസ്പിറേഷൻസ്, ഇന്ന് അവളുടെ കോൺഫിഡൻസ്, അവളുടെ എല്ലാ ഡ്രീം പോസിബിളാണ്. ഇന്ന് അവളുടെ ഒരു ശക്തമായ ബിലീഫ് ദാറ്റ് എനിക്കൊരു ലൈഫ് ഉണ്ടാവും, എനിക്കൊരു കല്യാണം ഉണ്ടാവും, എനിക്കൊരു ഫാമിലി ഉണ്ടാവും, എനിക്കൊരു ബിലോങ്ങിങ് സ്പേസ് ഉണ്ടാവും. ഞാൻ സമൂഹത്തിൽ വിത്തൗട്ട് ഗിൽട്ട്, വിത്തൗട്ട് ഷെയിം എനിക്ക് നടക്കാൻ കിട്ടും. ബിക്കോസ് ഞാൻ എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അതാണ് റീഹാബിലിറ്റേഷൻ. ആ റീഹാബിലിറ്റേഷൻ്റെ ബാക്കിൽ എത്രയോ ആൾക്കാരുടെ എഫേർട്സ്, അതിൽ ഒരാൾ ഞാനും. അല്ല, ഈ ലൈംഗിക വൃത്തി എന്ന് പറയുന്നത് ഒരു വലിയ ജോലി എന്ന് വെച്ചാൽ, ജോലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ജോലിയല്ല ശരിക്കും. അതായത് എന്താണത് വിശേഷിപ്പിക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം മാമിൻ്റെ സംഭവങ്ങൾ എഴുതിയതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ ചെറിയ കുട്ടിയെ, അതായത് പൊടിക്കുട്ടി ഉണ്ടല്ലോ, 2 വയസ്സുള്ള കുട്ടിയെ പട്ടിയെ കൊണ്ട് കടിപ്പിക്കുക, ഇവള് ക്ലയൻസിനോട് സഹകരിക്കാതിരുന്നു കഴിഞ്ഞാൽ. ഈ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു 14 വയസ്സോ മറ്റേ ആയിട്ടുള്ളൂ. ഇത്തരം ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോഴും പ്രസൻ്റ്ലി ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് മാം പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, ബാംഗ്ലൂരാണ് ബേസ് ചെയ്യിക്കുന്നത്. ഈ ഫാക്റ്റൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഫാക്റ്റാണോ? ഇപ്പോഴും ഇതേ രീതിയിലുള്ള ക്രൂരമായ പീഡനമാണോ ഈ ലൈംഗിക വൃത്തി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? ഒന്ന്, നമ്മൾ പണിയെടുക്കുന്നത് പാൻ ഇന്ത്യ ആണ്, സൗത്ത് ഇന്ത്യ മാത്രമല്ല. ആൻഡ് ലൈംഗിക വൃത്തി എന്ന വേർഡ് ഞാൻ ഉപയോഗിക്കില്ല. മലയാളത്തിൽ എങ്ങനെയാണ് ആ വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് എ സെക്സ് വർക്കല്ല. ഇത് ഒരു എക്സ്പ്ലോയിറ്റേഷനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഓൾഡസ്റ്റ് ഫോം ഓഫ് സെക്ഷുവൽ സ്ലേവറിയാണ്. ഈ ദേവദാസി സിസ്റ്റത്തിൻ്റെ അങ്ങനെ പല പേരിൽ, ജോഗിനി, ദേവദാസി. ഇപ്പോൾ ഇന്നും നടക്കുന്ന ഗ്രൂപ്പ്സ് എന്താണ്? ബേഡിയ ഗ്രൂപ്പ്സ്. നോർത്ത് ഇന്ത്യയിൽ ബേഡിയ ഗ്രൂപ്പ്സ് ഉണ്ട്. സദേൺ സ്റ്റേറ്റ്സിൽ, ഇപ്പോൾ തെലങ്കാന പോലെ സ്റ്റേറ്റ്സിലൊക്കെ ദൊമ്മരാസ് ഉണ്ട്, ഭോഗിനി ഉണ്ട്, എരക്കുല സാനീസ് ഉണ്ട്. ഇതൊക്കെ കമ്മ്യൂണിറ്റീസാണ് ഈ പ്രോസ്റ്റിറ്റ്യൂഷനെ ഒരു വേ ഓഫ് ലൈഫായിട്ട് പാലിക്കുന്നത്. നമ്മുടെ റിച്വലിൻ്റെ എലമെൻസും ഉണ്ട്. റിച്വലിസ്റ്റിക്കും ആവാം, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു എന്താ പറയുന്നത്, കുലവൃത്തി എന്ന് പറയില്ലേ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ. ആസ് പെർ ദ ലോ, പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ ഡെഫിനേഷൻ.
നമ്മുടെ ലോ നമ്മൾ നോക്കുമ്പോൾ അതിൽ കറക്റ്റ് ഡെഫിനിഷൻ ഉണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താണ്? പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് കമേഴ്ഷ്യൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. എന്തെങ്കിലും ഒരു സെക്ഷൽ സർവീസസിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നത് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടാണ് ലോ ദ ഇമ്മോറൽ ട്രാഫിക് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ റവന്യൂ മോഡൽ എന്താണ്? സെക്സിനെ വിൽക്കുക. ഇതാണ് കാശ് വരുന്ന ഈ ട്രേഡിൻ്റെ ഇത്. ഇൻഫാക്റ്റ് ഇത് വേൾഡിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ക്രൈമിൽ വരും. അതുമാത്രമല്ല ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിമിനൽ എൻ്റർപ്രൈസ് ആയിട്ട് വരും. ഒരു ക്രിമിനൽ കമ്പനി, പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയിൽ ഇത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രിമിനൽ കമ്പനിയാണ് അക്കോർഡിംഗ് ടു UN സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഇതിൻ്റെ റവന്യൂ മോഡൽ തന്നെ സെക്സാണ്. അപ്പോൾ ഈ സെക്സ് നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ തന്നില്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എല്ലാം ഈ റവന്യൂ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ പീഡനങ്ങളും ഇന്നും അന്നും എപ്പോഴും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈംസിൽ അതിൻ്റെ രൂപങ്ങൾ മാറുന്നുണ്ട്, അതിൻ്റെ വശങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡ് ലൈറ്റ് ഏരിയ പോലെ സ്ഥലങ്ങളിൽ എവിടെ ബ്രോത്തൽസ് ഉണ്ട്, ഓക്കെ, അവിടെ നമുക്ക് കുറേയും കൂടി ക്രൂരത കാണും. ബിക്കോസ് അവിടെ ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനും, ഒരു വീട്ടിൽ ഇത്ര പെൺകുട്ടികളുണ്ട്, 15 പെൺകുട്ടികളുണ്ട്, 20 പെൺകുട്ടികളുണ്ട്, അപ്പോൾ ഒരാൾ കുറച്ചും കൂടി വഴിതിരിഞ്ഞാൽ അവരെ കൺട്രോളിൽ വെക്കണം. അപ്പോഴേ വേറെ ആൾക്കാരൊന്നും വേറെ പരിപാടികൾ കാണിക്കില്ല, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്ന ക്രൂരതകൾ ഭയങ്കര വികൃതമായ ക്രൂരതകൾ നിങ്ങൾ കാണും. ഓക്കെ, ഇന്നും ഇത് എല്ലാവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഞാൻ ഇനിയൊരു പാരലൽ കൊണ്ടുവരികയാണ്. ഇന്ന് ടെക്നോളജി വന്നു കഴിഞ്ഞിട്ട്, സൈബർ ടെക്നോളജി വന്നു കഴിഞ്ഞിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു പുതിയ വശം നമ്മൾ കാണുന്നുണ്ട്. സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ ജോലിയും കാര്യങ്ങൾ നല്ല വലിയ അബ്രോഡ് ജോലികൾ കിട്ടി അങ്ങനെ കബളിപ്പിച്ചിട്ട് അവരെ സിംഗപ്പൂർ, തായ്ലാൻഡ് അവിടെയൊക്കെ ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവരെ ഈ മ്യാൻമാർ, ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ കംബോഡിയ, മ്യാൻമാർ ആ ബോർഡേഴ്സിൽ ഈ ബേസിക്കലി മോസ്റ്റ് ഓഫ് ദം ആണുങ്ങളെ അവരെ അവിടെ ബന്ദിയായിട്ട് വെക്കുന്നു. അവരുടെ അടുത്ത് ഫോഴ്സ് ചെയ്തിട്ട് അവരെ സൈബർ ക്രൈം ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിക്ടിമിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവിടെ നിന്ന് റാൻസം കൊടുത്ത് രക്ഷപ്പെട്ട് വന്ന ഒരു ചെറുക്കൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നു. അവൻ പറയായിരുന്നു അവനെ 8 ദിവസം വാട്ടർ ജയിലിലാണ് അവനെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 8 ദിവസം അവന് വെള്ളത്തിൽ മുങ്ങി വെച്ചിരിക്കുക. ടിൽ ഹി സെഡ് യെസ്. ഒന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കോർട്ട്യാർഡ് പോലെ വീടാണ്, അതിൻ്റെ നടുക്കിലാണ് ഈ പണിഷ്മെൻറ്റ്സ് കൊടുക്കുക. പണിഷ്മെൻറ്റ്സ് എങ്ങനത്തെ പണിഷ്മെൻറ്റാണ്? അവൻ്റെ കൂടെ ഒരു ഫ്രണ്ടിനെ അപ്സൈഡ് ഡൗൺ തൂക്കിയിട്ടു. ഇവിടെ ഈ കമ്പൗണ്ടിൽ ഒരു 200 ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കാണാം മിഡിൽ എന്താ നടക്കുന്നത്. ഓക്കെ, ഇവനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുക്കി വെച്ചു 8 ദിവസം. ടിൽ ഹി സെഡ് ഓക്കെ ഐ വിൽ ഡു വാട്ട് യു. ഏത് ഫോം ഓഫ് സ്ലേവറിയിലും ഇങ്ങനത്തെ ക്രൂരതകൾ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നടക്കും. അത് ഇന്ന് ഇങ്ങനത്തെ സൈബർ ഡെൻസിലായിക്കോട്ടെ, ബ്രോത്തൽസിൽ പറഞ്ഞുള്ള സംഭവങ്ങളായിക്കോട്ടെ, എത്ര താഴെ പോകുന്ന ആ ക്രൂരതൻ്റെ ലെവൽ ഡിഫറെൻറ്റ് വേ ആയിട്ട് നടക്കും. ക്രൂരത ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ മാത്രമല്ല, പല സമയത്ത് ബയേഴ്സും കസ്റ്റമേഴ്സാണ്, അവരും ഇൻഫ്ലിക്റ്റ് ചെയ്യും. ബിക്കോസ് അവർ ഇന്നത്തെ എക്സ്പോഷറിൽ നിങ്ങൾ കാണുന്നതെല്ലാം പോൺ സൈസിൽ കാണുന്ന സംഭവങ്ങളെല്ലാം ഈ കുട്ടിയുടെ അടുത്ത് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേ കുട്ടി മാനസികമായിട്ട് അത് റെഡിയാണോ ഇല്ലയോ, അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല. അടിയെങ്കിൽ അടി, എന്താണ് നിങ്ങൾക്ക്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ കിട്ടുന്നത് എന്താണെന്ന് ചെയ്യും. സോ ക്രൂരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഒരു റവന്യൂ മോഡലിൻ്റെ ഭാഗമാണ് ഈ ക്രൂരത. പക്ഷേ ഈ റവന്യൂ മോഡലിൻ്റെ ഭാഗമാകുമ്പോഴും ഇതിലിപ്പോൾ ഒരു അച്ഛനാണ്, ചെറിയ പെൺകുട്ടിയുടെ കുടൽ പുറത്തേക്ക് വന്ന സംഭവം ഞാൻ പറഞ്ഞതിനകത്ത് പ്രതികളിൽ ഒരാൾ അച്ഛനാണ്, ദല്ലാളിൽ ഒരാൾ അച്ഛനാണ്. അച്ഛനും ഈ ക്രൈമിൻ്റെ ഭാഗമായിട്ടുണ്ട്. അയാൾ മദ്യപിച്ചിരുന്നു എന്നുള്ളൊരു കാരണമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രൂരതയ്ക്ക് അവർക്ക് പറ്റുക? അതെങ്ങനെ സാധിക്കുക? ഇപ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾ മാം ഈ ഏരിയയിൽ നടത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റാൻഡ്? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഒന്ന്, ഇത് നിങ്ങൾക്ക് സർപ്രൈസിങ് ആവാൻ പാടില്ല.
എന്താ പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സ്വന്തം സ്റ്റേറ്റ് കേരളത്തിൽ തന്നെ നോക്കൂ. കൂടുതലും നിങ്ങൾ പോക്സോ കേസസ് നോക്കുമ്പോൾ ഒരു ട്രസ്റ്റഡ് പേഴ്സണാണ് കുട്ടീനെ റേപ്പ് ചെയ്യുന്നത്. അത് അച്ഛനാവാം, ബന്ധുവാവാം, അച്ഛനാവാം, ഏട്ടനാവാം, വലിയച്ഛനാവാം. സോ ആ ഒരു സർപ്രൈസിങ് ഫാക്ടർ അല്ല. ഞാൻ ഈ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് വന്ന് സംസാരിച്ചവരിൽ 5 പേരും അച്ഛനായിരുന്നു. അതെ. ഇപ്പോൾ ഇതേ അച്ഛൻ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ചേർന്നു എന്ന് വെച്ചോളൂ. ഒരു കണ്ണും മൂക്കും അറിയാത്ത ഒരു സിറ്റുവേഷനിൽ എല്ലാവരും കുടിച്ചിരിക്കുകയാണ്. അയാൾക്ക് കൺട്രോൾ വിട്ടുപോയി. കൂടെ ഇനിയൊരു 5 ആളാണ്. നിങ്ങൾക്ക് ഈ കുട്ടി മുമ്പ് നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം മോളാണെന്ന് കൂടി നിങ്ങൾക്കിപ്പോൾ ധാരണയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ബീസ്റ്റ് അതിനെ മൊത്തം വെളിയിൽ കൊണ്ടുവന്ന ഒരു സൈക്കോളജിക്കൽ അബറേഷനാണ്. കുറേ ആൾക്കാർക്ക് ഒരു പിഡോഫൈൽ ആവുന്നത് എന്നുവെച്ചാൽ ഒരു കുട്ടീൻ്റെ മുകളിൽ തന്നെ അട്രാക്ഷൻ വരുന്ന ഒരു ആൾക്കാർ, അതൊരു മനോരോഗമാണ്, സൈക്കോളജിക്കൽ അബറേഷനാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൽ ആൺകുട്ടികളും ആണുങ്ങളുടെ മുകളിൽ നടക്കുന്ന ലൈംഗിക പീഡനത്തിനെ പറ്റിയിട്ട് ഒരു ആക്സെപ്റ്റൻസ് ഇല്ലായ്മ, അതും കൂടി ഒരു കാരണമാണ് ഇങ്ങനത്തെ വയലൻസ് എന്ന് ഞാൻ പറയും. എന്താ പറഞ്ഞാൽ കുറേ അബ്യൂസേഴ്സാണ് നമ്മൾ റെഡിയാക്കണം. ചെറുക്കന്മാർക്ക് ഇത് നടക്കാം, ഇതിനെ പറ്റിയിട്ട് നമുക്ക് പെൺകുട്ടികൾക്ക് നടക്കാം, നമ്മൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആൺകുട്ടികൾക്ക് ഇത് നടക്കും, ആൺകുട്ടികളുടെ മുകളിലും അബ്യൂസ് നടക്കാം. അതെ, ഞാൻ ആ പോസ്റ്റിട്ടയിൽ ഒരു കമ്പനിയുടെ ഗൾഫിലെ കമ്പനിയുടെ CEO വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, രജനീഷേ, ഞാനൊരു കമ്പനിയുടെ CEO ആണ്. ഞാൻ ആ CEO ആണെന്ന് പറയുന്നതിന് കാരണം ഞാൻ രണ്ടാമത് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ അബ്യൂസിന് വിധേയനായ ഒരു മനുഷ്യനാണ്. ഇന്നും അതിൻ്റെ ട്രോമാസ് എന്നെ പിന്തുടരുന്നു. ഒരു കമ്പനിയുടെ CEO ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്, എന്നെ ഇപ്പോഴും ആ ട്രോമ വേട്ടയാടുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അയാൾ ഒരു എക്സ്ട്രോർഡിനറി റിസോൾവ് പേഴ്സണാണ്. ആ ട്രോമാനെ മനസ്സിലാക്കി, ഞാൻ അതിനെ വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കി. എന്നുവെച്ചാൽ ഹീസ് അവെയർ ഓഫ് ഹിസ് പ്രോസസ്. ഉള്ളിൽ എനിക്കൊരു നോവ്, ഒരു വൂണ്ട് വന്നിട്ടുണ്ട്, ആ വൂണ്ടിനെ പറ്റിയിട്ട് എനിക്ക് അറിയുന്നു, അതെന്നെ കുത്തുന്നു, മനസ്സിലാക്കി. എത്രയോ ആണുങ്ങൾ മനസ്സിലാക്കൂല, കാരണം സമൂഹത്തിലിരിക്കുന്ന പെർസെപ്ഷൻസാണ്. നമ്മൾ ആണുങ്ങൾക്ക് ഇത് നടക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആണുങ്ങൾക്കും ആൺകുട്ടികൾക്ക് ഇത് പറയാനുള്ളൊരു വേദിയില്ല. പറഞ്ഞാലും എവിടെയോ നിങ്ങളുടെ ആണത്വത്തിൽ കുറവായി, ചെറുതായി എന്ന പോലെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ മൂടി വെക്കുമ്പോൾ വെളിയിൽ മാത്രമല്ല നിങ്ങൾ മൂടുന്നത്, ഉള്ളിയിലും മൂടുകയാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ വൂണ്ട് എന്താവും, അതൊരു ഭയങ്കര ഇൻഫെക്ഷൻ കൂടി വൂണ്ട് ശരിയാവണമെങ്കിൽ വൂണ്ടിൽ നിങ്ങൾ ഓയിൽമെൻറ്റ് വെക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആ വൂണ്ടിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതിനെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു ഗാംഗ്രീൻ പോലെ ഡെവലപ്പായി അത് ശരിക്കും പസ് ഇൻഫെക്ഷനൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത്. അതാണ് നടക്കുന്നത് കൂടുതലും ആണുങ്ങളിൽ. ഇത് ഉള്ളിൽ ഇരുന്ന് അത് ഏത് രൂപത്തിലാണ് വെളിയിൽ വരുന്നത്, അവരും കൂടി ഒരു അബ്യൂസറായിട്ട് മാറാനുള്ള കാരണങ്ങൾ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തിരിക്കാൻ, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു ശൈത്താനുമുണ്ട്. ഓക്കെ, ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ഇറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ, എന്താണ് വെളിയിൽ വരാൻ പോകുന്നത്, ആ വികൃതമായ ഉള്ള നിങ്ങളുടെ ഒരു സ്വരൂപം. ഓക്കെ, അത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ ചേർന്നിരിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ എത്ര അത് അൺറിസോൾവ് ആയിരിക്കും, അത് ഏത് രൂപത്തിലാണ് വെളിയിൽ വരുന്നത്. ആസ് എ ഡൊമസ്റ്റിക് അബ്യൂസർ ആവാം, ഭാര്യനെ അടിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പെഡോഫൈൽ ആവാം, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ തന്നെ സെക്സ് ചെയ്യണം എന്നാവാം. എന്താണ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്? വെളിനാട്ടിലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സെക്സ് ഒഫൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് പ്രോഗ്രാമുണ്ട്, സെക്സ് ഒഫൻഡേഴ്സ് സപ്പോർട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞു. ഇതിൽ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഇത്രമാത്രം ആൾക്കാരുണ്ട്. ദാറ്റ് മാനസികമായിട്ടിരിക്കുന്ന എന്താണ് ആ അൺറിസോൾവ്ഡ് ഇഷ്യൂ, എന്തിനാണ് ഈ പേഴ്സൺ ഇത്രയൊരു ക്രൂരമായ ഉള്ള കാര്യങ്ങൾ, അതാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഇവരെല്ലാവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ഇവരെല്ലാവരിലും ഇരിക്കുന്ന ഭാവങ്ങൾ നമ്മളെല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ഭാവങ്ങളാണ്. നമ്മൾ റിസോൾവ് ആയ കാരണം അത് വെളിയിൽ വരുന്നില്ല.
അവർ അൺറിസോൾവ് ആയ കാരണം അത് വേഗം വെളിയിൽ വരുന്നു. അതിനെ കാശിൻ്റെ കൂടെ ചേർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ. ഇത് കാശ് കമ്പൈൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സെൻസ് കാണും. ഓ, ഇതുകൊണ്ട് കാശുണ്ടാക്കാം, ഇതുകൊണ്ട് ഇത്ര കൂടുതൽ കഷ്ടപ്പെടണ്ട, പണിയെടുക്കണ്ട, മാക്സിമം ഒരാളെ ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തുക, പിന്നെ ഇരുത്തി കഴിഞ്ഞാൽ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എത്ര എക്സ്ട്രാക്ട് ചെയ്യാൻ കിട്ടുന്നത് ദിവസത്തിൽ 20 പ്രാവശ്യമാണോ 25 പ്രാവശ്യമാണോ എക്സ്ട്രാക്ട് ചെയ്യുക. ആ ഒരു എവിടെയാണ് നിങ്ങളുടെ ഗ്രീഡ് നിങ്ങളുടെ കണ്ണിനെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് കഥ മാറിപ്പോകും. എത്രയോ ഫാമിലീസ് അവരുടെ കുട്ടികളെ കൂടെ ഇങ്ങനത്തെ ട്രേഡ് ചെയ്തിട്ട് ജീവിച്ചു പോകും. ഓക്കെ, കണ്ണും മൂക്കും കാണാണ്ട് ആ കുട്ടികൾ വിചാരിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ ഡെസ്റ്റിനി ഇതാണ്, ഇതിന്ന് എനിക്ക് മാറ്റാൻ കിട്ടാത്ത അവസ്ഥ. ബിക്കോസ് എൻ്റെ സ്വന്തം പേരൻസാണ് എൻ്റെ അടുത്ത് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്, അവരുടെ മുഖത്ത് പൊള്ളലേറ്റതുകൊണ്ട് അവർക്കത് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മക്കളെ പറഞ്ഞു വിടുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നാണ് കുട്ടികളെ മോചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇനി വേറെ കുട്ടികളെ ഞാൻ ഇടും. നിങ്ങൾ നമുക്ക് ഒരു വഴി തന്നിട്ടില്ല, അവളെ നിങ്ങൾ കൊണ്ടുപോയി, ഇനി എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണത്തിന് ഇടണം. അപ്പോൾ ആ 2 എണ്ണത്തിനെയും വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം വന്നു. പക്ഷേ ഈ 3 കുട്ടികൾക്കും അമ്മൻ്റെ ആ പൊള്ളലും അതിന്നും ഓർമ്മയുണ്ട്. കേസ് ഇതുവരെയ്ക്ക് ട്രയലിൽ വന്നിട്ടില്ല. ആ കേസ് എനിക്ക് നല്ല ഡൗട്ടുണ്ട്, ഈ കുട്ടികളെ അമ്മൻ്റെ അഗെയിൻസ്റ്റ് മൊഴി കൊടുക്കുകയോ ഇല്ലയോ എന്ന്. ബിക്കോസ് ഇന്നും ആ കുട്ടികൾ അതന്നെ പറയുള്ളൂ, അമ്മ പാവമാണ്, അങ്ങനെ നടന്ന കാരണമാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത്. കുട്ടികളുടെ മനസ്സിൽ അമ്മ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്. ബിക്കോസ് അവർക്ക് ഒരു വഴിയില്ലായ്മ ആവുന്നത്. അതാണ് ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് മാനിപ്പുലേഷൻ എന്ന് പറയില്ലേ.